ആഹാ, ഇത്രയും കാര്യമായിരുന്നു കാണുന്നത് എന്താണാവോ? അത് തന്നെ എൻ്റെയും ആൻസിമോളുടെയും ഓരോരോ പരിപാടീസ്. ഇവിടെ ഇങ്ങനെ കൊച്ചു തൊട്ട് വലുത് വരെ നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ ചെറുതും വലുതുമായ കഴിവുകളെ അപ്രിഷ്യേറ്റ് ചെയ്യും. സത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടത്? ഇന്ന് ചെറിയൊരു ഔട്ടിങ്ങാ. എവിടാണെന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ? രാത്രികാല കറക്കം ഇഷ്ടപ്പെടുന്നവരാ ഞങ്ങൾ എല്ലാവരും. ഉറക്കം വരെ ഇതിനു വേണ്ടി മാറ്റിവെക്കും. കളി പറഞ്ഞും കളിയാക്കിയും പൊട്ടിച്ചിരിച്ചും ഞങ്ങൾ അങ്ങനെ ലുലുമോളിലോട്ടുള്ള യാത്ര തുടങ്ങി. എല്ലാവരും എത്ര സന്തോഷത്തിലാ അല്ലേ? ഞങ്ങൾ കസിൻസ് ഒരുമിച്ചാൽ അങ്ങനെയാ. ഇതെൻ്റെ ഇച്ചായിയുടെ ഫാമിലിയാ. എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ഇവിടെയുള്ള എല്ലാവരും. ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും കയറി വരുന്നവരെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. ഒരാളുതാ തുള്ളിച്ചാടി പോകുന്നത് കാണുന്നില്ലേ? ലുലു മോളിൽ നൈറ്റ് വാക്ക് നടത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. 50% ഓഫർ നടക്കുന്നതുകൊണ്ട് ആരും ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടത്തില്ല. ഈ വരുന്ന വണ്ടി കണ്ടപ്പോഴേ ഞങ്ങൾ എല്ലാവരുടെയും കണ്ണുകൾ പരതിയത് ബബ്ലുവിനെയാ. അവൻ്റെ ബയ്യ അടുത്തുള്ളത് കൊണ്ട് സീൻ കോൺട്ര ആകാതെ തൽക്കാലം രക്ഷപ്പെട്ടു. ഇങ്ങനെ നടക്കുന്ന കാര്യമാ കുറച്ചു മുന്നേ അഞ്ചുകുഞ്ചു പറഞ്ഞത്. ഇത് ആരുടെയും വൈകല്യങ്ങളെ കളിയാക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നു. അങ്ങനെ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഞങ്ങൾ ഒട്ടുമേ പാഴാക്കിയില്ല. ഇതിലില്ലാത്ത കുറേ പേരുണ്ട് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തത് കൊണ്ട് അവരെ ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇനി എന്താന്നല്ലേ? എന്നാ പിന്നെ കുറച്ച് മോഡലിംഗ് ആയാലോ? സൂഡിയോ ആഡിൽ മോഡൽസിനെ ആവശ്യമാണെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. എല്ലാവരും നല്ല കഴിവുള്ളവരാ. ഒരാൾ നമ്മുടെ കണ്ണിൽ പെടാതെ ഒറ്റയ്ക്ക് എന്തേലുമൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്യുക. പിന്നെ നമ്മളത് പൊളിക്കില്ലേ? കാര്യം മനസ്സിലായപ്പോൾ ആശാത്തി ഒന്നും അറിയാത്ത പോലെ വരുന്ന കണ്ടില്ലേ? ഇനി ഒരൽപ്പം പാട്ടായാലോ? മനസ്സിൽ തോന്നുന്നത് അപ്പോഴേ ചെയ്യും. അതാ ഞങ്ങളുടെ പോളിസി. അതിന് സ്ഥലവും സമയവും പ്രശ്നമേ അല്ല. ഇനി നിങ്ങൾ കാണുന്നത് ഒരു റീൽ എടുക്കൽ അപാരതയാണ്. ശേഷം സ്ക്രീനിൽ சொல்லாம